എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം പേപ്പറാണ്. പ്രോബ്ലത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പേപ്പറാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതോടൊപ്പം തന്നെ നമ്മൾ തിയറി പാർട്ട് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഓരോ ചാപ്റ്ററിൻ്റെ തിയറി നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം തിയറീസിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിലൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇനി ഫ്യൂച്ചറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാം എന്നുള്ളതും കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ 4th സെമസ്റ്ററിൽ വരുന്ന അതുപോലെ തന്നെ 2nd സെമസ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 6th സെമസ്റ്ററിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനോടൊപ്പം തന്നെ 6th സെമസ്റ്ററിലെ മറ്റുള്ള പേപ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഇതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇത്തരം കൊമേഴ്സ് റിലേറ്റഡ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൊബൈലിൽ വന്നെത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ 3 കാറ്റഗറി ആയിട്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ 3 മാർക്കിന് ചോദിക്കുന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 8 മാർക്കിന് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് 3 തന്നെ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്കിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. വളരെ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് റേഷ്യോ അനാലിസിസ്. വാട്ട് ഈസ് റേഷ്യോ അനാലിസിസ്, വാട്ട് യു മീൻ ബൈ റേഷ്യോ, വാട്ട് യു മീൻ ബൈ റേഷ്യോ. അപ്പം റേഷ്യോ എന്താണ്, അതുപോലെ തന്നെ റേഷ്യോ അനാലിസിസ് എന്താണ്. ഈ 2 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ബ്രേക്ക് ഇവൻ ചാർട്ട്. എന്താണ് ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ വാട്ട് ഈസ് ബഡ്ജറ്റ് മാനുവൽ. ബഡ്ജറ്റിംഗായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ബഡ്ജറ്റ് മാനുവൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാട്ട് ഈസ് ദ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. വാട്ട് ഈസ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. വാട്ട് ഈസ് പി വി റേഷ്യോ. പി വി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് പി വി റേഷ്യോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റിംഗ് ഓർ മാർജിനൽ കോസ്റ്റ്. വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റിംഗ് ഓർ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് അസിഡ് ടെസ്റ്റ് റേഷ്യോ. വാട്ട് ഈസ് അസിഡ് ടെസ്റ്റ് റേഷ്യോ. ഇപ്പോൾ ഈ അസിഡ് ടെസ്റ്റ് റേഷ്യോ തന്നെ നമുക്ക് ലിക്വിഡ് റേഷ്യോ എന്ന് പറയാറുണ്ട്, അതോടൊപ്പം തന്നെ ക്യുക്ക് റേഷ്യോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അസിഡ് ടെസ്റ്റ് റേഷ്യോ, ക്യുക്ക് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരേ ആൻസർ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അതുപോലെ തന്നെ വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇ പി എസ്. ഇ പി എസ് എന്ന് പറഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ. എന്താണ് ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ വാട്ട് ഈസ് ലിമിറ്റിംഗ് ഫാക്ടർ. വാട്ട് ഈസ് ലിമിറ്റിംഗ് ഫാക്ടർ. അതേപോലെ തന്നെ വാട്ട് ഈസ് റോളിംഗ് ബഡ്ജറ്റ്. വാട്ട് ഈസ് റോളിംഗ് ബഡ്ജറ്റ്. ടൈപ്പ് ഓഫ് ബഡ്ജറ്റിൽ വരുന്നൊരു ബഡ്ജറ്റാണ് റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാട്ട് ഈസ് സി വി പി. സി വി പി പറഞ്ഞാൽ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്. സോ വാട്ട് ഈസ് സി വി പി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ വാട്ട് ഈസ് മേക്ക് ഓർ ബൈ ഡിസിഷൻ. മേക്ക് ഓർ ബൈ ഡിസിഷൻ. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാം, അല്ലെങ്കിൽ പുറത്തു നിന്ന് നമുക്കത് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പനിക്ക് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതാണോ, മേക്ക് ചെയ്യുന്നതാണോ ബെറ്റർ. സോ അതാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. എങ്ങനെ നമുക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ മാത്രമല്ല, മറ്റുള്ള റേഷ്യോസ് നമുക്കറിയാം. ലിക്വിഡിറ്റി റേഷ്യോസ്, സോൾവൻസി റേഷ്യോസ്, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ടേൺ ഓവർ റേഷ്യോസ്, അങ്ങനെ 4 തരത്തിലുള്ള റേഷ്യോസ് ഉണ്ട്. സോ അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വീണ്ടും കാറ്റഗറൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ റേഷ്യോസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ ഫോർമുലാസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോസ് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഫോർമുല നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. വാട്ട് ഈസ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ വാട്ട് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. വാട്ട് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് കോൺട്രിബ്യൂഷൻ. വാട്ട് ഈസ് കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ട്രെൻഡ് അനാലിസിസ്. എന്താണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ വാട്ട് ഈസ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്.
വാട്ട് ഈസ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ 1 മാർക്കിന് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യത ഉള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് യൂസ്ഡ് ഫോർ അനാലിസിസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് യൂസ്ഡ് ഫോർ അനാലിസിസ്. നമ്മൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ വരുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോസ്, സോൾവൻസി റേഷ്യോസ്, ടേൺ ഓവർ റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഓക്കെ, ഈ 4 റേഷ്യോസ് ആണ് നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പിന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആൻഡ് വാട്ട് ആർ ദ യൂസസ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ്, അതിൻ്റെ യൂസസ് എന്താണെന്നുള്ളത് മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പ്രോബ്ലം പാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേഷ്യോ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് പി വി റേഷ്യോ, കാൽക്കുലേറ്റ് ടോട്ടൽ മാർജിനൽ കോസ്റ്റ്, കാൽക്കുലേറ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ്, കാൽക്കുലേറ്റ് ബ്രേക്ക് ഇവൻ സെയിൽസ്, കാൽക്കുലേറ്റ് പ്രോഫിറ്റ്, കാൽക്കുലേറ്റ് കോൺട്രിബ്യൂഷൻ, ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം അത് മാർജിനൽ കോസ്റ്റിംഗായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുപോലെ ബ്രേക്ക് ഇവൻ പോയിന്റ്, ബ്രേക്ക് ഇവൻ സെയിൽസ്, കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ്. അതേപോലെ തന്നെ നമുക്കൊരു പ്രോഫിറ്റ് തന്നിട്ട് ഈ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര സെയിൽസ് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു പ്രോഫിറ്റ് നമുക്ക് തരുന്നു, ഈ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നമ്മൾ സെയിൽസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മാർജിനൽ കോസ്റ്റിംഗായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് മാർജിനൽ കോസ്റ്റിംഗ്. സോ ഈ പാർട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് മെറ്റീരിയൽ വേരിയൻസസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പം മെറ്റീരിയൽ വേരിയൻസസ് എന്ന് പറയുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിക്കാം. മെറ്റീരിയൽ വേരിയൻസിൽ വരുന്ന 3 വേരിയൻസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, യൂസേജ് വേരിയൻസ്, പ്രൈസ് വേരിയൻസ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, പ്രൈസ് വേരിയൻസ്, കോസ്റ്റ് വേരിയൻസ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് കാൽക്കുലേറ്റ് മെറ്റീരിയൽ വേരിയൻസസ് എന്ന് പറഞ്ഞാൽ ഈ 3 വേരിയൻസസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. പ്രിപ്പയർ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അതേപോലെ വാട്ട് ഈസ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്. അതേപോലെ തന്നെ വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഇറ്റ്സ് അസംഷൻസ്. മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതിൻ്റെ അസംഷൻസ് എന്താണ്. ഇതും ഒരു തിയറി പാർട്ടാണ്. പിന്നെ റേഷ്യോസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇപ്പോൾ കുറച്ച് റേഷ്യോസ് നമുക്ക് തരുന്നു, കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ തന്നിട്ട് അതിൽ നിന്ന് നമ്മളോട് എന്ത് ചെയ്യുന്നു, കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം, കറണ്ട് ലയബിലിറ്റി, ക്വിക്ക് ലയബിലിറ്റി, ക്വിക്ക് അസറ്റ്, സ്റ്റോക്ക്, ഈ കാര്യങ്ങളൊക്കെ നമ്മോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ റേഷ്യോസ് തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, സ്റ്റോക്ക്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് പ്രൊസീജിയർ ഫോർ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പ്രൊസീജിയർ ഫോർ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ്. നമ്മളൊരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ വാട്ട് ആർ ദ ടൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. വാട്ട് ആർ ദ ടൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടൂൾസ് ഏതൊക്കെയാണെന്ന് പറയുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്, ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ്. ഇപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാഷ് ഫ്രം ഓപ്പറേഷൻസിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പ്രിപ്പയർ ഫ്ലെക്സിബിൾ ബജറ്റ് അല്ലെങ്കിൽ ബജറ്റ്. പ്രിപ്പയർ ബജറ്റ് അല്ലെങ്കിൽ പ്രിപ്പയർ ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്.
ഒരു ഇൻഫർമേഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു റേഷ്യോസ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കാൽക്കുലേറ്റ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഇതൊക്കെ എന്താണ്, ഇങ്ങനെ ഓരോ റേഷ്യോസും നിങ്ങളോട് ചോദിക്കാം. അപ്പം അതുകൊണ്ട് എന്താണ്, ഏത് റേഷ്യോസ് ആണ് ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 4 തരത്തിലുള്ള റേഷ്യോസ്, ലിക്വിഡിറ്റി റേഷ്യോസും സോൾവൻസി റേഷ്യോസും ടേൺ ഓവർ റേഷ്യോസും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസും, സോ അതിൽ വരുന്ന എല്ലാ റേഷ്യോസും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം, അതിൻ്റെ ഫോർമുലാസ് പഠിച്ചു വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വന്നാലും അതുപോലെ ഏത് എസ്സേ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം റേഷ്യോ അനാലിസിസിന് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു പാർട്ടാണ്. പിന്നെ വരുന്ന ഒരു തിയറി പാർട്ട് എന്ന് പറയുന്നത് റിക്വസിറ്റ്സ് ഓഫ് എ സക്സസ്ഫുൾ ബഡ്ജറ്റ് കൺട്രോൾ സിസ്റ്റം. റിക്വസിറ്റ്സ് ഓഫ് എ സക്സസ്ഫുൾ ബഡ്ജറ്റ് കൺട്രോൾ സിസ്റ്റം. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് കൺട്രോൾ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട റിക്വസിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതേപോലെ തന്നെ അത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ, അല്ലെങ്കിൽ എസെൻഷ്യൽ സ്റ്റെപ്സ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം. എസെൻഷ്യൽ സ്റ്റെപ്സ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം. ഒരു ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ സ്റ്റെപ്സ്. അപ്പോൾ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിക്വസിറ്റ്സ് ചോദിക്കാം, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്സ് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് എസ് എ പാർട്ടിലേക്ക് നമുക്ക് പോകാം. 8 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ 2-3 ചാപ്റ്ററിൽ നിന്നാണ്, മൊഡ്യൂളിൽ നിന്നാണ് കൂടുതലും എസ് എ ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ അതിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സെയിൽസ് മിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കുറച്ച് സെയിൽസ് മിക്സ് തന്നിട്ട് അതിൽ ഏത് സെയിൽസ് മിക്സ് ആണ് കമ്പനി അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഏത് കമ്പനി ഏതാണ് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ കുറേ സെയിൽസ് മിക്സ് തരും. സോ അതിൽ ഏത് സെയിൽസ് മിക്സ് ആണ് കമ്പനി അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അത് സെയിൽസ് മിക്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് റേഷ്യോസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പം റേഷ്യോസ് നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ 4 റേഷ്യോസ് ഉണ്ട് നമുക്കറിയാം: ലിക്വിഡിറ്റി, സോൾവൻസി, ടേൺ ഓവർ റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അപ്പം ഇതിൽ ഏത് റേഷ്യോസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് കറണ്ട് റേഷ്യോ കാണാൻ പറയാം, അതുപോലെ തന്നെ ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ. അപ്പോൾ ഇതൊക്കെ എന്താണ് റേഷ്യോസ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട്, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം ഈ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, അതുപോലെ തന്നെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിപ്പയർ പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് ചോദിച്ച് കണ്ടുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേറ്റ് പി വി റേഷ്യോ, ബ്രേക്ക് ഇവൻ പോയിന്റ്, ബ്രേക്ക് ഇവൻ സെയിൽസ്, കാൽക്കുലേറ്റ് കോൺട്രിബ്യൂഷൻ, കാൽക്കുലേറ്റ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇതൊക്കെ എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാൻ, ബ്രേക്ക് ഇവൻ സെയിൽസ് കാണാൻ, മാർജിൻ ഓഫ് സേഫ്റ്റി കാണാൻ, കോൺട്രിബ്യൂഷൻ കാണാൻ, ഇതെല്ലാം എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്, അതേപോലെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിലും പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിപ്പയർ എ ബഡ്ജറ്റ് ആണ്, ഓർ പ്രിപ്പയർ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ആണ്. അത് നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷൻ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇനി നമുക്കൊരു തിയറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ അനാലിസിസ് and interpretation of financial statements. Different techniques used for analysis and interpretation of financial statements. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് പറയുന്ന ഒരു എസ് എ ക്വസ്റ്റ്യൻ. അത് തിയറിയാണ്, അതും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് റേഷ്യോ അനാലിസിസ് ആണ്, അതുപോലെ തന്നെ രണ്ടാമത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തത് മാർജിനൽ കോസ്റ്റിംഗ്. ഈ 3 മൊഡ്യൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ട് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റേഷ്യോ അനാലിസിസ് പഠിച്ചു വെക്കുക, മാർജിനൽ കോസ്റ്റിംഗ്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ എസ് എ ക്വസ്റ്റ്യൻ ഈ ഒരു 3 മൊഡ്യൂൾ നിങ്ങൾ കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു 60-70 അബോവ് മാർക്ക് വളരെ ഷുവറായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു പേപ്പറാണിത്. അപ്പോൾ ഈ 3 മൊഡ്യൂളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബാക്കിയുള്ള മൊഡ്യൂളിൽ തീർച്ചയായിട്ടും അതിന് ശേഷവും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു
ഒരുപാട് ടൈം ആവും എന്നുള്ളതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സോ ഇതിൻ്റെ ആൻസേഴ്സിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സുകൾ, പ്രോബ്ലം ഏരിയയിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യപ്പെടുന്നതായിരിക്കും. ഇതിനുശേഷം നമ്മൾ 6th സെമസ്റ്ററിൻ്റെ മറ്റുള്ള പേപ്പറുകളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ മൊബൈലിൽ എത്തുവാനും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റുള്ള ഒരു സബ്ജക്റ്റ്, 6th സെമസ്റ്ററിലെ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം.